നരേന്ദ്രമോദിയുടെ ദീപാവലി സമ്മാനം ജനങ്ങളിലേക്ക് എത്തും മുൻപേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ. ഡൊണാൾഡ് ട്രംപ് പുതിയ H-1B വിസ ഫീസ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ GST നിരക്കുകൾ വെട്ടിക്കുറച്ച തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഇത് ഉപഭോക്തൃ വിപണിക്കും ഓഹരി വിപണിക്കും വൻ കുതിപ്പ് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് വിദേശത്ത് നിന്നുള്ള ആഘാതം. ഇത് അമേരിക്കൻ വിപണിയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യൻ IT കമ്പനികളുടെ ഓഹരികളിൽ കനത്ത സമ്മർദ്ദത്തിന് ഇത് വഴിവച്ചേക്കുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് തുടങ്ങിയവയുടെ ഓഹരികളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് H-1B വിസ? വിദേശ പ്രൊഫഷണലുകളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരുതരം വർക്ക് പെർമിറ്റാണ് H-1B വിസ. സാധാരണയായി 3 മുതൽ 6 വർഷം വരെയാണ് ഇതിന്റെ കാലാവധി. ഓരോ വർഷവും പൊതുതൊഴിൽ ആവശ്യങ്ങൾക്കായി 65,000 H-1B വിസകളും ഉന്നത ബിരുദമുള്ളവർക്കായി 20,000 അധിക വിസകളും അമേരിക്ക അനുവദിക്കാറുണ്ട്. H-1B വിസ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. കഴിഞ്ഞ വർഷം അനുവദിച്ച H-1B വിസകളിൽ 71% ഇന്ത്യക്കാർക്കായിരുന്നു. അമേരിക്കയിലെ IT സാങ്കേതിക മേഖലകളിൽ ഇവർ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുന്നതിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. ട്രംപിന്റെ പുതിയ തീരുമാനം അനുസരിച്ച് H-1B വിസയ്ക്ക് $100,000 വാർഷിക ഫീസ് ഏർപ്പെടുത്തി. ഈ ഫീസ് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ എന്നും ഇത് ഒരു തവണ മാത്രം നൽകിയാൽ മതിയെന്നും നിലവിലുള്ള വിസ പുതുക്കുന്നതിന് ഈ ഫീസ് നൽകേണ്ടതില്ല എന്നും അമേരിക്കൻ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പുതിയ ഫീസ് ഇന്ത്യൻ IT കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. 2024 1.41 ലക്ഷം പേർക്ക് H-1B വിസ അനുവദിച്ചിരുന്നു. ഈ നിരക്കിൽ പുതിയ വിസകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം $14 ബില്യൺ അധിക ബാധ്യതയാണ് IT കമ്പനികൾക്ക് ഉണ്ടാവുക. ഇത് TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ IT കമ്പനികളുടെ ഓഹരികളെ പ്രതികൂലമായി ബാധിച്ചേക്കാം.